12 വയസ്സുള്ള എൻ്റെ മകൻ ഹോമോസെക്ഷാലിറ്റിയെക്കുറിച്ചും ഗേ എന്താണെന്നും ചോദിച്ചു. ഉമ്മനോടാണ് ചോദിച്ചത്. ഇത്തരത്തിലുള്ള ചോദ്യത്തിനോട് നാം ഏത് രീതിയിലാണ് മക്കളെ മനസ്സിലാക്കി കൊടുക്കുക? ഉമ്മ എന്ന നിലയിൽ ഇസ്ലാമിക നിയമങ്ങളെപ്പറ്റിയും ലൂത്ത് നബിയുടെ ജനതയെപ്പറ്റിയും പറഞ്ഞു കൊടുത്തെങ്കിലും എനിക്ക് തൃപ്തിയായില്ല. പുതിയ തലമുറയിലെ കുട്ടികളെ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് പോലെയാണോ മനസ്സിലാക്കുക എന്ന് അറിയില്ല. അപ്പോൾ അതിനൊരു പരിഹാരം എന്താണെന്നുള്ളത് നിർദ്ദേശിക്കണമെന്ന്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം എന്താ വെച്ചാൽ ഈ കുട്ടികളെ സ്കൂൾ തലത്തിലുള്ള കുട്ടികളെ തൊട്ട് ഇപ്പോൾ കോളേജിലൊക്കെ വളരെ വ്യാപകമായി ഇത് സിലബസുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ LGBTQ, അതായത് ആണ് പെണ്ണ് എന്നതിലുപരി വേറെയും കുറേ സെക്സുകളുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ബാഹ്യമായി ആണാണെങ്കിലും ബാഹ്യമായി പെണ്ണാണെങ്കിലും അവർ ആന്തരികമായി പെണ്ണാണാവാം, ആണ് പെണ്ണാവാം എന്നൊക്കെയുള്ള ഈ ഒരു കൺഫ്യൂഷൻ്റെ ഒരു തത്വം കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ ഇത് പഠിക്കുന്ന കുട്ടികളിൽ ഉണ്ടാവുന്ന ആദ്യത്തെ സ്വാധീനമാണ് എന്ത്? തൻ്റെ ജെൻഡറിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻ. അപ്പോൾ ജെൻഡറിനെ പറ്റി കൺഫ്യൂഷൻ ഉണ്ടായാൽ അത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. അതായത് ഇപ്പോൾ ഒരു ആൺകുട്ടി ഞാനൊരു പെൺകുട്ടിയാണോ എന്ന് സംശയിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ വളരെയധികം സീരിയസ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ സ്വാഭാവികമായും അത് വന്നിട്ട് പാരൻസിനോടാണ് പറയുക. അപ്പോൾ നമ്മളത് പറയുമ്പോൾ അതിനുള്ള മറുപടി പറയാൻ നമുക്ക് പറ്റണം. അത് അവിടെ തിരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ജീവിതം തന്നെ നശിക്കും. കാരണം ഒരു ആൺകുട്ടിയായ ഒരു കുട്ടിക്ക് ഞാൻ പെൺകുട്ടിയാണെന്ന് വിചാരിച്ച് ഈ ലോകത്ത് ജീവിക്കുക അസാധ്യമാണ്. ഒരു പെൺകുട്ടിക്ക് ഞാൻ ആൺകുട്ടിയായി ജീവിക്കുക എന്നുള്ളത് ഭാഗ്യമായി പെൺകുട്ടിയാവുമ്പോൾ അത് അസാധ്യമാണ്. അങ്ങനത്തെ ഒരു സങ്കല്പത്തിലേക്ക് കുട്ടി പോയാൽ ആ കുട്ടിയുടെ ലൈഫ് തന്നെ എന്ത് ചെയ്യും? ഉടനെ തകരാറായി പോകും. അവിടെ ജോലി, വിവാഹം, വീട്ടിലുള്ള ബന്ധങ്ങൾ മറ്റെല്ലാം തകരാറായി പോകും. അപ്പോൾ അവിടെ തിരുത്തി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്ന് ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് ആരാണ്, അതെന്തിനു വേണ്ടിയാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരം നമ്മൾ കൊടുക്കണം. ഇതൊരു ബോധപൂർവമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് ഇവിടെ എല്ലാവരും ഒരു ധാർമ്മികത പാലിച്ച് ആണും പെണ്ണും ഒരു ഡിസ്റ്റൻസ് പാലിച്ച് അത് പെണ്ണാണ്, അപ്പോൾ പെൺകുട്ടി ഇരിക്കണ ബെഞ്ചുമ്പോൾ നമ്മൾ ഇരിക്കേണ്ട, അത് ആ ഒരു പെണ്ണാണ്, അപ്പോൾ ഞാനൊരു ഫ്രണ്ട് ആവേണ്ടത് ആണിൻ്റെ കൂടെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില ധാർമ്മിക മൂല്യങ്ങളെ മതപരമായും പരമ്പരാഗതമായും നമ്മൾ പാലിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സുരക്ഷിതത്വം നമ്മുടെ പെൺകുട്ടികൾ കിട്ടുന്നുണ്ട്, അതിൻ്റെ ഒരു സുരക്ഷിതത്വം ആൺകുട്ടികൾ കിട്ടുന്നുണ്ട്. പെൺകുട്ടികൾക്ക് വേറെ ഹോസ്റ്റലാണ്, ആൺകുട്ടികൾക്ക് വേറെ ഹോസ്റ്റലാണ്, അവർ വേറെ സീറ്റിൽ നിന്ന് യാത്ര ചെയ്യും. അപ്പോൾ ഇത് അങ്ങോട്ട് ഇല്ലാതാക്കണമെങ്കിൽ എന്ത് വേണം? ഈ ആണ് പെണ്ണ് എന്നതിലൊന്നും വലിയൊരു കാര്യമില്ല. ഒരുപക്ഷെ നീ ഒരു പെണ്ണാണെന്ന് വിചാരിക്കുന്ന ആൾ ആണായിരിക്കാം, ആണ് പെണ്ണായിരിക്കാം. അതൊന്നും ഇപ്പോൾ ആരും ആണും പെണ്ണും അല്ല. ഒരു പ്രായപൂർത്തിയാകുമ്പോൾ അവർ തീരുമാനിക്കുന്നതാണ്, അവനവൻ്റെ തോന്നലുകൾക്കനുസരിച്ചാണെന്നൊക്കെ പറയുമ്പോൾ ഈ ആൺ പെൺ എന്ന് പറയുന്ന വ്യത്യാസങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്ത് ചെയ്യും? ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചാണ് ജീവിക്കേണ്ടത് എന്ന അടിസ്ഥാനപരമായ തത്വത്തിൽ എന്താണ്? എൻ്റെ വികാരം ഒരാണിനോടാണെന്ന് പറയുമ്പോൾ ഒരാണ് ആണിനെ സ്വീകരിക്കേണ്ടതില്ലേ എന്ന ചോദ്യം വരും. അപ്പോൾ ഹോമോസെക്സ് അതോടുകൂടെ എന്ത് ചെയ്യും? അനുവദനീയമായി കിട്ടും. അതേമാതിരി ഒരു പെൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ എന്ത് ചെയ്യും? ആ തരത്തിലുള്ള ഹോമോസെക്സുകളും വരും. അപ്പോൾ പിന്നെ ബൈസെക്സ് രണ്ടാളുകൾ തമ്മിലുള്ളത്, ഇങ്ങനെയുള്ള എല്ലാറ്റിലും എല്ലാ വിധത്തിലുള്ള വഴിവിട്ട ലൈംഗികതയെയും സമൂഹത്തിൽ കൊണ്ടുവരാനുള്ള വളരെ ബോധപൂർവമായൊരു ബേസാണ് ഇത് എന്നത് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഭാഗ്യമായി ആണാണോ അവൻ ആണായി ജീവിച്ചേ പറ്റൂ, ഭാഗ്യമായി പെണ്ണാണോ അവൻ പെണ്ണായി ജീവിച്ചേ പറ്റൂ. അതല്ലാതെ ജീവിക്കുവാനുള്ള ശ്രമം എന്താണ്? വളരെ അപകടകരമായിരിക്കും എന്ന് ബുദ്ധിപരമായി അവരെന്ത് ചെയ്യണം? ബോധ്യപ്പെടുത്തണം. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ പറയാം. ഇപ്പോൾ 10ാം ക്ലാസ് വരെ പെൺകുട്ടിയായി ജീവിച്ച് പഠിച്ച ഒരു കുട്ടി, അവൾ എന്ത് ചെയ്യാണ്? 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം ഒത്തുകൂടുന്ന സ്കൂളിൽ അവൾ എന്ത് ചെയ്യാണ്? ഒരു 5 വർഷത്തിന് ശേഷം അവൾ വരികയാണ്. അപ്പോൾ വരുന്ന സമയത്ത് അവൾ എന്താണ്? ഒരു ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് മുടിയൊക്കെ വെട്ടി ഒരു ആണിൻ്റെ രൂപത്തിലാണ്. എന്തോ ഹോർമോൺ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തി ചെറുതായി മീശയും താടിയൊക്കെ വരുത്തിയിട്ടാണ്. അപ്പോൾ ഇവളുടെ പേര് പറയുമ്പോൾ ഈ കുട്ടികൾക്ക് മുഴുവനും അത്ഭുതമാണ്, അവർക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വെളി ഫംഗ്ഷന് വന്നിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ആൺകുട്ടികളുടെ ഭാഗത്ത് പോയിരുന്നു. അപ്പോൾ ആൺകുട്ടികളൊക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. കാരണം ഇവള് പെണ്ണാണെന്ന് 10 കൊല്ലം അവർക്ക് അറിയണതാണ്.
അപ്പോൾ അവൾ സ്വാഭാവികമായും പെൺകുട്ടിയുടെ ഭാഗത്ത് പോയി. അപ്പോൾ ഒരു ആൺകുട്ടി വന്നിരിക്കുന്നു എന്നുള്ള നിലക്ക് എന്ത് ചെയ്തു, അവരെല്ലാവരും മാറുന്നു. അങ്ങനെ ബാക്കിയുള്ളവരെല്ലാവരും അവിടെ ഒരു സൗഹൃദത്തിൽ നിന്നപ്പോൾ ഇവള് മാത്രം ഒറ്റയ്ക്ക്. കാരണം എന്താ, അവിടെ ആണുമല്ല പെണ്ണുമല്ല. അപ്പോൾ ഒരു പെണ്ണിനൊരിക്കലും ആണാവാൻ കഴിയില്ല, ആണൊരിക്കലും പെണ്ണാവാൻ കഴിയില്ല. ഈ പ്രായോഗിക പ്രശ്നം എല്ലാ ഭാഗത്തും ഉണ്ടാവും. ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ആണിനെ കണ്ടാൽ ഒരു പക്ഷെ അവിടെ കയ്യേറ്റം ചെയ്യപ്പെടാം. അതൊരു വേഷം കെട്ടി വന്നതാണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ജീവിത പ്രശ്നങ്ങളിലേക്കാണ് അവർ എടുത്തെറിയപ്പെടുന്നത്. പിന്നെ അവർ പൊതുവെ തെരുവിലേക്ക് ഇറങ്ങുന്നു, ഒരു വേശ്യാവൃത്തിയിലേക്ക് നീങ്ങുന്നു. അങ്ങനത്തെ ഒരു ജീവിതമാണ് അവർക്ക് പറ്റുക. അല്ലെങ്കിൽ വീട് വിട്ടുപോകുന്നു, നാട് വിട്ടുപോകുന്നു, മതം വിട്ടുപോകുന്നു. എല്ലാ ധാർമ്മികതയെയും ഇല്ലാതാക്കാൻ ഈ ഒരു ചിന്തക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളോട് പറയേണ്ടത് ആണാണോ ആണായിരിക്കും ജീവിതകാലം, പെണ്ണാണോ പെണ്ണായിരിക്കും. അപ്പോൾ അത് ഒരിക്കലും ഒരാണിന് വളരെ അപൂർവമായ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടായേക്കാന്നല്ലാതെ ഈ പറഞ്ഞ രൂപത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് പരമാവധി നമ്മൾ എന്ത് ചെയ്യണം, ആണിലേക്ക് വരാനുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്തുക, പെണ്ണിലേക്ക് വരാനുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്താനുള്ളത്. പച്ചയായ ഒരു പെണ്ണ് ആണാവാൻ ശ്രമിക്കുന്നതും ആണ് പെണ്ണാവാൻ ശ്രമിക്കുന്നതും അപകടകരമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കൽ വളരെ അനിവാര്യമാണ്. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും നമ്മളത് പറഞ്ഞു കൊടുക്കാൻ സജ്ജമായിരിക്കും. രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അപ്പം അതിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഇതുപോലുള്ള വിഷയങ്ങളാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ട്രെയിനിങ് പ്രോഗ്രാം വരുമ്പോൾ അതിൽ പങ്കെടുത്ത അധ്യാപകർ മറിച്ച് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത് ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ച് കേവലം 1-2 ആളുകളായിരിക്കും. ഇപ്പം നിലവിലുണ്ടായിരിക്കുന്ന ഒരു സിസ്റ്റത്തിനെ പൊളിച്ചെഴുതുക എന്നുള്ളൊരു കാര്യം മുന്നിൽ വെച്ചാണ് അതിന്റെ അപകടത്തിനെ കുറിച്ച് പലപ്പോഴും ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു. രക്ഷിതാക്കളും അധ്യാപകന്മാരൊക്കെ ബോധവാന്മാരാവേണ്ട ഒരു നമുക്ക് വേഗത്തിൽ കൺവിൻസ് ചെയ്യാൻ പറ്റും. അതെ അതെ, പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് മനസ്സിലാവും.